എറണാകുളം ജില്ലയിലെ കൊച്ചി നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് വിനോദസഞ്ചാര കേന്ദ്രമായ ഫോർട്ട് കൊച്ചി. കേരള ചരിത്രത്തിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ഫോർട്ട് കൊച്ചിയിൽ പല ചരിത്ര സ്മാരകങ്ങളുമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ ടൗൺഷിപ്പായ ഫോർട്ട് കൊച്ചി ഇന്നും തദ്ദേശീയരും വിദേശീയരുമായ വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്നു. പ്രസിദ്ധമായ ഫോർട്ട് കൊച്ചിയുടെ വാസ്തുകലാ പാരമ്പര്യം ഇന്നും ശ്രദ്ധേയമായി പരിപാലിക്കുന്നതിനായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തദ്ദേശീയ നിയമം നിലവിലുണ്ട്. ആയിരത്തി 1341 മഹാപ്രളയം പ്രകൃതിദത്തമായ തുറമുഖം സൃഷ്ടിച്ചതോടെയാണ് ഫോർട്ട് കൊച്ചിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ഈ തുറമുഖം മത്സ്യബന്ധന ഗ്രാമത്തെ പ്രധാന സുഗന്ധവ്യഞ്ജന വ്യാപാര കേന്ദ്രമാക്കി മാറ്റി. യൂറോപ്യൻ ആഗമനത്തിനു മുമ്പ് ഫോർട്ട് കൊച്ചി കുരുമുളകും മറ്റ് മലബാർ സുഗന്ധവ്യഞ്ജനങ്ങളും തേടുന്ന ചൈനീസ്, അറബ്, യൂത വ്യാപാരികൾക്ക് ഒരു സംഗമസ്ഥാനമായിരുന്നു. ചൈനീസ് മത്സ്യബന്ധന വലകൾ 14-ാം നൂറ്റാണ്ടിലെ വ്യാപാര ബന്ധത്തിൻ്റെ ശാശ്വതമായ തെളിവായി ഇന്നും അവശേഷിക്കുന്നു. കൊളോണിയൽ കാലഘട്ടത്തിൽ ആദ്യം പോർച്ചുഗീസുകാർ 1503 മുതൽ 1663 വരെ ഇവിടെ ഭരണം നടത്തി. 1503 ഇവിടുത്തെ രാജാവ് സൈനിക സംരക്ഷണത്തിന് പകരമായി പോർച്ചുഗീസുകാർക്ക് ഈ പ്രദേശം നൽകി. ഫോർട്ട് ഇമ്മാനുവേൽ എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട ഇവിടെ സ്ഥാപിതമായി. വാസ്കോ ഡ ഗാമയുടെ യഥാർത്ഥ ശവകുടീരം എന്ന നിലയിൽ പ്രശസ്തമായ സെന്റ് ഫ്രാൻസിസ് പള്ളിയും ഇവിടെ നിർമ്മിക്കപ്പെട്ടു. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും ഫോർട്ട് കൊച്ചിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. പ്രദേശം കൂടുതൽ ശക്തിപ്പെടുത്തുകയും കോട്ടയുടെ വലിപ്പം കുറച്ചുകൊണ്ട് പട്ടണത്തിലെ വാണിജ്യവും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്തു. 1795 ബ്രിട്ടീഷുകാർ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ഈ പ്രദേശത്തെ ഒരു ഭരണകേന്ദ്രമാക്കി മാറ്റി. 1947 വരെ ഇവിടെ ബ്രിട്ടീഷുകാർ തുടരുകയും ചെയ്തു. എല്ലാ സാമ്രാജ്യങ്ങളുടെയും പൈതൃകം ഇവിടുത്തെ വ്യത്യസ്തമായ വാസ്തുവിദ്യ മിശ്രിതത്തിൽ കാണാൻ സാധിക്കും. ഇവിടുത്തെ പുരാതനമായ ഓൾഡ് ഹാർബർ ഹോട്ടലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാനും ആസ്വദിക്കാൻ കഴിയുന്ന നെഹ്റു പാർക്കും വളരെ ശ്രദ്ധേയമാണ്.